സിന്ധൂസ് ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ ഒരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡിഷാണിത്. അതുപോലെ തന്നെ ചപ്പാത്തി, റൊട്ടി, നാൻ, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. നോൺ വെജ് കുക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഈസിയായി കുക്ക് ചെയ്യാൻ പറ്റിയ ചിക്കൻ ചുക്കയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. എല്ലാവരും തീർച്ചയായും ഈ സ്പെഷ്യൽ ചിക്കൻ ചുക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ സൈഡിൽ കാണാം. 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വെറൈറ്റി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം വലിയ 2 സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുത്ത സവാളയാണ്. 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അതോടൊപ്പം കറി ലീഫ്, മല്ലിയില, തക്കാളി, അരമുറി തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയായതുകൊണ്ട് അരമുറിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. ചതച്ചാണ് എടുക്കുന്നത്. പേസ്റ്റ് രൂപത്തിൽ ചേർക്കുന്നതിനെക്കാട്ടിലും ചതച്ച് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ഇതോടൊപ്പം മസാലപ്പൊടികളും വേണം. അത് ഞാൻ കുക്കിംഗ് ടൈമിൽ കാണിക്കുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി നമുക്ക് വലിയൊരു ബൗൾ എടുക്കാം. അപ്പോൾ എടുത്തു വെച്ച ചിക്കൻ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ചുക്ക വെളിച്ചെണ്ണയിൽ എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതോടൊപ്പം ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. വെച്ചിരിക്കുന്ന കൊറിയണ്ടർ ലീഫ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളിത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഈ മസാലയെല്ലാം ഇതിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എരിവിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു മീഡിയം സ്പൈസ് ലെവലിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായി തുടങ്ങാം. ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്ത കടായിലേക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കടായി വെക്കുക, ഫ്ലെയിം ഓൺ ആക്കുക. ഒരു 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ഓയിൽ ഓൾറെഡി ആഡ് ചെയ്താണ് അത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിവിടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റി ഇതിൻ്റെ ചെറിയൊരു കളർ ചേഞ്ച് ആയി വരണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായി. ഇവിടെ നല്ല കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം.
ഇതൊരു ഡ്രൈ രൂപത്തിലായി വരണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ചിക്കനിലെ തന്നെ വെള്ളത്തിലിരുന്നാണ് ഇത് വെന്ത് വരുന്നത്. ഇടയ്ക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാം. നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായി ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടി നന്നായി ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ ചുക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചും കൂടി ഡ്രൈ ആക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക, ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസുകൾ അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.